ഓൾ വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. അപ്പോൾ വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മദർ ടു സൺ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മുടെ SLC ഇംഗ്ലീഷിലെ അവസാനത്തെ പോയാണ് മദർ ടു സൺ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. മദർ ടു സൺ, ആ ഒരു സെന്റൻസിൽ, ആ ഒരു ഹെഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? അമ്മ മകനോട് എന്തോ ഒരു കാര്യം പറയാണ്. ഇവിടെ ഈ പിക്ചറിൽ നോക്കിയേ, അമ്മ മകനോട് സംസാരിക്കാനാണ്, എന്തോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അമ്മ മാത്രമേ ഇതിൽ സംസാരിക്കണുള്ളൂ. അമ്മ മാത്രമേ ഇതിൽ എന്ത് ചെയ്യുന്നുള്ളൂ? സംസാരിക്കണുള്ളൂ. മകൻ അതിന് റിപ്ലൈ ഒന്നും പറയണില്ല. അമ്മ മാത്രമേ സംസാരിക്കണുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ആണ് നമുക്ക് ഇതിന്റെ പോയിന്റിനെ ഒന്ന് പരിചയപ്പെടാം. ഇതിന്റെ പോയിന്റ് ആണ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. ആരാണ് പോയിന്റിന്റെ പേരെന്താ? ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എന്നാണ് പോയിന്റിന്റെ പേര്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിയേ, ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ആരാണ്? ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എന്ന് പറഞ്ഞു തരാം. നിങ്ങൾ എപ്പോഴും എക്സാമിന് പോയിന്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഒരു സെന്റൻസിലെങ്കിലും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മദർ ടു സൺ ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ദി പോപ്പുലർ അമേരിക്കൻ പോയറ്റ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. അതായത് മദർ ടു സൺ എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയം എഴുതിയിരിക്കുന്നത് ആരാണ്? അമേരിക്കൻ പോയറ്റ് ആയിട്ടുള്ള ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ആണ്. The poem is a dramatic monologue. Okay, എന്താണ് ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മോണോലോഗ് മോണോലോഗ് എന്നാണ് പറയണത്. നമ്മൾ നോർമലി ഡയലോഗ് ആരൊക്കെയാ പറയാ? രണ്ടാൾക്കാർ തമ്മിലാണ് ഡയലോഗ് പറയാ. അപ്പൊ മോണോലോഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒറ്റ ആള് സംസാരിക്കണത്. ഞാൻ നേരത്തെ പറഞ്ഞു, അമ്മ മാത്രമാണ് ഇതിൽ മകന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണത്. മനസ്സിലായല്ലോ? അമ്മ മാത്രമാണ് ഇതിൽ എന്ത് ചെയ്യണത്? മകന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണത്. The poem is a dramatic monologue. It is about a mother giving advice to her son about the challenges of life. അതായത് അമ്മ ആണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണേന്ന് പറഞ്ഞു. എന്താ പറയണേന്ന് മനസ്സിലായോ? അതായത് അമ്മ നമ്മുടെ ലൈഫിൽ കുറേ അധികം പ്രശ്നങ്ങളും കുറേ അധികം ചലഞ്ചസുകളൊക്കെ ഉണ്ടാവും അല്ലെ? സാധാരണ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. പക്ഷെ അമ്മയുടെ ലൈഫിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമ്മ ഇതിലുള്ളൊരു അമ്മ ഒരു ആഫ്രിക്കൻ സ്ത്രീയാണ്. അപ്പോ പണ്ട് കാലത്ത് എന്താണ്, ആഫ്രിക്കൻസ് കുറേ അധികം പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് പറയണത്. എന്ത്? ഈ ഒരു ആഫ്രിക്കൻ സ്ത്രീ ആയിട്ടുള്ള അമ്മ എന്ത് ചെയ്യാണ്? മകന് കുറച്ച് അഡ്വൈസുകൾ കൊടുക്കുകയാണ്. ലൈഫിൽ ഉണ്ടാവുന്ന ചലഞ്ചസിനെയും ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ പറ്റിയിട്ട് അഡ്വൈസ് കൊടുക്കുകയാണ്. The poet has used an extended metaphor to compare the mother's life to a staircase throughout the poem. അതായത് ഈ ഒരു പോയത്തിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട, എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പോയത്തിലെ സ്റ്റെയർ കേസ്. അതായത് ചവിട്ടുപടിന്ന് എന്താണ്? ലൈഫിനായിട്ട് കമ്പയർ ചെയ്തേക്കാണ്. ചവിട്ടുപടി എന്ത് ചെയ്തേക്കാണ്? ലൈഫിനായിട്ട് കമ്പയർ ചെയ്തേക്കാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ചവിട്ടുപടി നമ്മൾ മുകളിലോട്ടാണ് കയറി പോണത്, അടിയിലോട്ട് ഇറങ്ങി വരാം. എന്നാലും നമ്മൾ മുകളിലോട്ടാണ് കയറി പോണതെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോ നമ്മുടെ ലൈഫും ദൈനംദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് പാസ്റ്റിലോട്ട് പോകാൻ പറ്റുമോ? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ എന്താണ്? ഒരു ഓർമ്മയാണ്. നമുക്ക് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? ലൈഫിൽ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയത്തില് ത്രൂ ഔട്ട് ലൈഫിനെ എന്തിനായിട്ട് കമ്പയർ ചെയ്തേക്കാണ്? സ്റ്റെയർ കേസിനായിട്ട് കമ്പയർ ചെയ്തേക്കാണ്. ഇനി the mother tells that life for her was not a crystal stair, it had tacks and splinters in it. അപ്പൊ അമ്മ പറയാണ് എന്ത്? അമ്മയുടെ ലൈഫ് ഒരിക്കലും എന്തായിരുന്നില്ല? ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല. അമ്മയുടെ ലൈഫ് ഒരിക്കലും എന്തായിരുന്നില്ല? ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല. അതിൽ എന്തുണ്ടായിരുന്നു? ടാക്സ് ഉണ്ടായിരുന്നു, സ്പ്ലിന്റേഴ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണികൾ ഉണ്ടാവില്ലേ, മുള്ളാണികൾ ഉണ്ടാവില്ലേ, അതിനാണ് ടാക്സ് എന്ന് പറയുന്നത്. സ്പ്ലിന്റേഴ്സ് മരച്ചീളുകൾ എന്ന് പറയും. മരത്തിന്റെ ആ ഒരു കൂർത്ത ഭാഗങ്ങളെയാണ് സ്പ്ലിന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അമ്മയുടെ ലൈഫിനോട് എന്തായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്? സ്റ്റെയർസ് ആയിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റെയർസ് ഒരിക്കലും ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള, ഇങ്ങനെ പളുങ്കെന്നൊക്കെ പറയും. ക്രിസ്റ്റലിന്റെ മീനിങ് അതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലൈഫ് ആയിരുന്നില്ല അമ്മയുടെ ലൈഫ് എന്ന് പറയുമ്പോൾ. എന്തായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്? സ്റ്റെയർസ് ആയിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ സ്റ്റെയർസിൽ എന്തുണ്ടായിരുന്നു എന്നാണ് പറയണത്? ടാക്സും സ്പ്ലിന്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കാം. The boards were torn up and in some places there was no carpet. അതായത് ഈ ബോട്ട്സ്, അമ്മയുടെ ലൈഫിലുള്ള സ്റ്റെയർസ് ബോട്ട്സ് വെച്ചാണ് ഉണ്ടാക്കിയേക്കണെന്ന് വിചാരിക്കുക, പലകകൾ വെച്ചിട്ട്. ഓക്കെ, അപ്പോ ചില പലകകൾ എന്താ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കായിരിക്കുന്നു. അതായത് ഭയങ്കര മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് അമ്മയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ ഇതിൽ പറയുന്ന ടാക്സ്, സ്പ്ലിന്റേഴ്സ്, ബോട്ട് സ്റ്റോൺ അപ്പ് ഒക്കെ എന്തിനായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്? ലൈഫിലുള്ള ഒബ്സ്റ്റക്കിൾസിനായിട്ട്, പ്രോബ്ലംസിനായിട്ട്, സഫറിങ്സ്, ചലഞ്ചസിനൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. ഓക്കെ, and in some places there was no carpet. ഇവിടെ കാർപ്പറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കംഫർട്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായില്ല എന്നാണ്. നമ്മുടെ ലൈഫിൽ എന്തുണ്ടായിരുന്നില്ല? ഒരാൾ നോക്കാനോ അമ്മനെ പ്രൊട്ടക്ട് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല. അമ്മ ഒറ്റയ്ക്കായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് മീൻസ് her life was not smooth like a crystal. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ലൈഫ് ഒരിക്കലും എന്തായിരുന്നില്ല? സ്മൂത്ത് ആയിരുന്നില്ല.
ഷീ ഹാഡ് മെനി ചലഞ്ചസ് സഫറിങ്സ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഇൻ ഹെർ ലൈഫ്. അതായത് അവൾ ലൈഫിൽ, അമ്മയുടെ ലൈഫിൽ കുറേയധികം ചലഞ്ചസും ഡിഫിക്കൽട്ടീസും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും ആ സെന്റൻസ് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. ഷീ അഡ്വൈസസ് ഹെർ സൺ not to turn back or set down on the steps even if it is hard to climb. അപ്പോ അമ്മ അഡ്വൈസ് ചെയ്യാണ് ഒരിക്കലും എന്ത് ചെയ്യരുത്, നീ തിരിഞ്ഞു നോക്കരുത്. നീ സ്റ്റെപ്സ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. പിന്നെ പറയുന്ന ഒരു കാര്യമാണ് സെറ്റ് ഡൗൺ, അവിടെ ഇരുന്ന് പോകരുത്. ഇത് ഉദ്ദേശിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ലൈഫ് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യരുത്, ലൈഫ് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഗിവ് അപ്പ് ചെയ്യരുതെന്നേ പറയുന്നുള്ളൂ. ഷീ ഹാസ് ബീൻ ക്ലൈംബിംഗ് ഓൺ സ്റ്റിൽ, അതായത് അമ്മ ഇപ്പോഴും ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ മരിച്ചിട്ടില്ല, അമ്മ എന്താണ് ഇപ്പോഴും ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. The poet conveys us the clear message of the poem that never give up until you win. അപ്പോ നമ്മുടെ ഒരു SLC കാലഘട്ടത്തിലും നമുക്ക് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആണ് എന്ത്, നെവർ ഗീവ് അപ്പ് അൺടിൽ യു വിൻ. അതായത് നിങ്ങൾ ജയിക്കണ വരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ചില സബ്ജക്റ്റുകളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സബ്ജക്ട് കിട്ടണില്ല എന്ന് മാറ്റി വെക്കരുത്, അത് പഠിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് അത് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇതിലെന്താണ് അമ്മ പറയുകയാണെന്ന്, ലൈഫിൽ കുറെ ഓബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ആ ഓബ്സ്റ്റക്കിൾസ് ഉള്ളത് കൊണ്ട് ലൈഫ് ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഇത്രയാണ് ആ ഒരു പോയത്തിന്റെ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്ന പോയറ്റ് ഡിവൈസസിനെ പറ്റിയാണ്. ദി പോയം ഈസ് ഡിവൈഡഡ് ഇൻടു ഇറഗുലർ സ്റ്റാൻസസ്. അത് പ്രത്യേകിച്ച് ഒരു റെഗുലർ ആയിട്ടുള്ള സ്റ്റാൻസാസ് ഒന്നും കീപ്പ് ചെയ്യണില്ല, ഇറഗുലർ ആയിട്ടാണ് കീപ്പ് ചെയ്തേക്കുന്നത്. ദേ ഫോളോ എ മ്യൂസിക്കൽ ഫ്ലോ. അത് നോർമലി നമുക്ക് എഴുതാൻ പറ്റുന്ന, എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ അതൊക്കെ. ദ ടോൺ ഈസ് സോഫ്റ്റ് ആൻഡ് പെൻസീവ്, അതും അതെ. ഓക്കെ, പിന്നെ സോഫ്റ്റ് ആൻഡ് പെൻസീവ് എന്ന് പറയുന്ന ഒരു റീസൺ ഉണ്ട്. കാരണം അമ്മ എല്ലാ കാര്യങ്ങളും ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇതിൽ പറഞ്ഞു കൊടുക്കുന്നത്. അമ്മയല്ലേ പറയണേ, അപ്പൊ അമ്മ എന്താണ് നമ്മളോട് ചില സമയത്ത് ദേഷ്യപ്പെടുമെങ്കിലും മിക്ക സമയങ്ങളിൽ നമ്മളോട് സോഫ്റ്റ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സോഫ്റ്റ് ആൻഡ് പെൻസീവ് എന്ന് യൂസ് ചെയ്തേക്കുന്നത്. ദി പോയറ്റ് യൂസസ് മെനി പോയറ്റിക് ഡിവൈസസ് ടു അറൗണ്ട് ദിസ് പോയം. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണ് കേട്ടോ. ഏതൊരു അപ്രീസിയേഷൻ വന്നാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ്. Rhythm and figures of speech like alliteration. Alliteration എക്സാമ്പിൾ ആണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം. അലിട്രേഷൻ എക്സാമ്പിൾ ആണ് ഈ കൊടുത്തേക്കുന്നത്. സെറ്റ് ഡൗൺ ഓൺ ദി സ്റ്റെപ്സ്, കണ്ടോ, S. അപ്പൊ അലിട്രേഷൻ എക്സാമ്പിൾ ആണ് ഈ കൊടുത്തേക്കുന്നത്. മേക്ക് ദി പോയം ചാമിങ്. ദി ഇമാജിനറി ഈസ് ബ്രില്യൻറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇമാജിനറി ഈസ് ബ്രില്യൻറ്റ്. പിന്നെ നോക്കിയേ, ദി പോയറ്റ് യൂസസ് വിഷ്വൽ ഇമേജ് ലൈക്ക് ക്രിസ്റ്റൽ സ്റ്റെയർ ആൻഡ് ലാൻഡിങ്സ്. ലാൻഡിങ്സ്, ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഇതില് ഈ വിഷ്വൽ ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഒരു ചെറിയൊരു പോയാണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട പോയാണ്. ഇതിന് എന്താണ്, അപ്രീസിയേഷൻ മാത്രമല്ല സ്റ്റാൻസ വൈസ് ക്വസ്റ്റ്യൻസുകളും വരാറുണ്ട്. അത് സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി, പോയി നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഈ അപ്രീസിയേഷൻ ഒരു 2-3 പ്രാവശ്യം കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതൊന്ന് കൺവേ ആവും. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.